നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മൂലം പശ്ചിമ കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്ക്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ലോകത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന വർത്തമാനകാലത്ത് ബിനാലെ പോലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മൂലം പശ്ചിമ കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്ക്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് പശ്ചിമ കൊച്ചിയിൽ ഗതാഗതം സ്തംഭിച്ചത്. പ്രവാസി ദിവസ് ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സന്ദർശനത്തെ തുടർന്നാണ് പശ്ചിമ കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 9 മണി മുതലാണ് പോലീസ് തോപ്പുംപടിയിൽ നിന്നുള്ള ഗതാഗതം തടഞ്ഞത്. ഇതുമൂലം നിരവധി വാഹനങ്ങൾ വഴിയിൽ കിടന്നു. തോപ്പുംപടി BOT പാലം മുതൽ പള്ളുരുത്തി വെളി വരെയും വടക്കോട്ട് ചുള്ളിക്കൽ ജംഗ്ഷൻ വരെയും വണ്ടികളുടെ നീണ്ട നിര കാണാമായിരുന്നു. ഗതാഗത നിയന്ത്രണം മൂലം നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. പ്രധാനമന്ത്രി താജ് മലബാറിൽ നിന്നും മരടിലെ ലേ മെറിഡിയൻ ഹോട്ടലിലേക്ക് പോയ ശേഷമാണ് ഗതാഗതക്കുരുക്ക് കഴിഞ്ഞത്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ എറണാകുളത്ത് വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗത്തിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ തീരുമാനമായത്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ ബസ് തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. ദിവസബത്തയിൽ 60 രൂപ കൂട്ടിക്കൊടുക്കാമെന്ന് ബസ് ഉടമകൾ അറിയിച്ചതിനെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ മന്ത്രി ഷിബു ബേബി ജോണും ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദും സംയുക്ത സമരസമിതി നേതാക്കളും പങ്കെടുത്തു. ദിനബത്ത ഏകീകരിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യം ബസ് ഉടമ സംഘം അംഗീകരിച്ചില്ല. ജോലിഭാരം അനുസരിച്ച് 600 രൂപ മുതൽ 800 രൂപ വരെ ചില ബസ്സുകളിലെ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ടെന്ന് ബസ് ഉടമ സംഘം പ്രതിനിധി M സത്യൻ പറഞ്ഞു. വേതന ഏകീകരണം സംബന്ധിച്ച് വീണ്ടും ചർച്ച നടത്തേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ഈ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നാണ് എറണാകുളം ജില്ലയിലെ ബസ് തൊഴിലാളി നേതാക്കൾ പറയുന്നത്. ബസ് സമരം പിൻവലിച്ചില്ലെങ്കിലും പ്രക്ഷോഭം തുടരുമെന്നും ജില്ലാ നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന ലേബർ കമ്മീഷണറും ചർച്ചയിൽ പങ്കെടുത്തു. ലോകത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന വർത്തമാനകാലത്ത് ബിനാലെ പോലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ പറഞ്ഞു. കൊച്ചി മുസിരീസ് ബിനാലെയോടനുബന്ധിച്ച് നടന്ന ലെറ്റസ് ടോക്ക് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. ഗ്ലോബലൈസേഷൻ ആൻഡ് ദി ഹ്യൂമൻ ഇമാജിനേഷൻ എന്ന വിഷയത്തിലാണ് ശശി തരൂർ പ്രഭാഷണം നടത്തിയത്. ആഗോളവൽക്കരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവന ചുരുങ്ങിപ്പോകുമായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. That I know others have placed on the internet. Now the great danger we have these days is that sometimes you find things that people haven't actually done. I'm glad to say you didn't have that problem. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 മണിയോടെയാണ് ശശി തരൂർ ബിനാലെ സന്ദർശിക്കാൻ എത്തിയത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സുരേഷ് കെ ഗോയൽ, MLA VS സുനിൽകുമാർ, ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ, ചിത്രകാരൻ CN കരുണാകരൻ എന്നിവരും കഴിഞ്ഞ ദിവസം ബിനാലെ സന്ദർശിക്കാനെത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചി മേഖലാ സമ്മേളനം ജനുവരി 16-ാം തീയതി തോപ്പുംപടിയിൽ നടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമിതി അംഗം ഡിലൈറ്റ് പോൾ പറഞ്ഞു. തോപ്പുംപടിയിൽ നടക്കുന്ന മേഖലാ സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് PAM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ, CPM സംസ്ഥാന സമിതി അംഗം K ചന്ദ്രൻപിള്ള, BJP നേതാവ് MD രമേശ്, NCP നേതാവ് ഉഴവൂർ വിജയൻ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിദേശ കുത്തകൾക്ക് പ്രവേശനാനുമതി റീറ്റെയിൽ മേഖലയിലേക്ക് നൽകുക വഴി വ്യാപാരികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ D&O ലൈസൻസ് ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ വ്യാപാരികളെ പിടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ 10-50 വർഷങ്ങളായി കടകൾ വാടകയ്ക്കെടുത്ത് വ്യാപാരം ചെയ്യുന്നവരെ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളുമായി സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഡിലൈറ്റ് പോളിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പ്രചരണ ജാഥ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ AB അലി, KA ജോസഫ്, TV വിജയൻ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ആൻഡ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് സെക്രട്ടറി ജനറൽ ഡോക്ടർ A ദീദാർ സിംഗ് പറഞ്ഞു.
നികുതി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ താൽപര്യമില്ലെന്ന് ഡോക്ടർ ദിദാർ പറഞ്ഞു. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എ ബിദാർ. ചേംബർ പ്രസിഡന്റ് നിഷേബ് ഷാ അധ്യക്ഷനായി. സെക്രട്ടറി എസ് രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. To Mira Nair's Cleopatra in the 1974 production of Ashen. The Board of Overseers of Fletcher School of Law and Diplomacy, the Board of Trustees of Aspen Institute, and as an international advisor to International Committee of Red Cross. At the Fletcher School of Law and Diplomacy in 1976. NGO അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗവും കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന അലോഷ്യസ് സർവീസിൽ നിന്നും വിരമിച്ചു. അലോഷ്യസിന് നൽകിയ യാത്രയയപ്പ് സമ്മേളനം MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെത്തി MLA ഡൊമിനിക് പ്രസന്റേഷന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്ന അലോഷ്യസിനാണ് യാത്രയയപ്പ് നൽകിയത്. മട്ടാഞ്ചേരി ഷാദി മഹലിൽ നടന്ന യാത്രയയപ്പ് യോഗം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധതയോടുകൂടി അഴിമതിക്കതീതമായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നതിൽ എനിക്കതിയായ സന്തോഷവും അതുപോലെ ചാരിതാർത്ഥ്യവും എനിക്ക് തോന്നുന്ന ആവശ്യം. പക്ഷേ കൊച്ചിയിലേക്ക് നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒരു ആശയം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം ഡീൽ ചെയ്യുക. പക്ഷെ അതിൽ അദ്ദേഹം വിജയിച്ചു എന്നാണ് ഇന്നത്തെ ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാൽ ഇവിടെ പാർട്ടിക്കതീതമായി എല്ലാവരും അത് തന്നെ കാണിക്കുന്നത് അദ്ദേഹം. GCDA ചെയർമാൻ N വേണുഗോപാൽ അലോഷ്യസിന് ഉപഹാരം സമ്മാനിച്ചു. കൊച്ചി സൗഹൃദവേദി ചെയർമാൻ PK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. UDF നേതാക്കളായ MM ഫ്രാൻസിസ്, TY യൂസഫ്, NK നാസർ, KJ സോഹൻ, NK ലത്തീഫ്, AM അയൂബ്, PH നാസർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മൂലം പശ്ചിമ കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്ക്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ലോകത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന വർത്തമാനകാലത്ത് ബിനാലെ പോലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.